ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന അവിടുത്തെ സ്നേഹത്തിന് സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മക്കളുടെ ഹൃദയം ഇങ്ങനെ പതഞ്ഞ്, ദൈവസ്നേഹത്താൽ പതഞ്ഞ്, എന്നാൽ ഞാൻ സത്യമായ വിശ്വാസത്തിലെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചിട്ട് കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നണം. അങ്ങനെ തോന്നി അപ്പം നിങ്ങൾ ഡിസ്കസ് ഒന്നും ചെയ്യാൻ പോകരുത്. മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തില്ലേ? ഉടമ്പടി കാര്യം നീയും നിൻ്റെ ദൈവവുമായിട്ട് ചെയ്യണതല്ലേ. നിനക്ക് ദൈവത്തെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാം, പക്ഷെ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കരുത്. അപ്പം നിൻ്റെ ഉടമ്പടി നനഞ്ഞ പടക്കം പോലെയായിരിക്കും. കാര്യം നീ ഒരു പിശാചിനോടായിരിക്കും ചിലപ്പോൾ നീ സംസാരിക്കണത്. അവർ നിൻ്റെ ചിലപ്പോൾ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരായിരിക്കാം. ദൈവത്തിൻ്റെ തിരുസ്ഥ ആ സാധനം പിശാചായിരിക്കാം. അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർ അലർജറ്റിക് ആവും. അപ്പോൾ അനാവശ്യമായിട്ട് മനുഷ്യരോട് വാഗ്വാദത്തിനോ തർക്കത്തിനോ ഒന്നും പോകരുത്. പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സുവിശേഷ വേല ചെയ്യാം. നിങ്ങൾ ചെയ്യണത് സന്തോഷത്തോടെ ചെയ്യണം, തിഷ്ഠതയോടെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കാം. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ആധ്യാത്മിക രഹസ്യമാണ്. നിൻ്റെ സത്യാവസ്ഥ, നിൻ്റെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിൻ്റെ അപേക്ഷ സ്വീകരിക്കാതെ നിന്നെ വെയിലത്ത് നിർത്തും. എന്ന് വെച്ചാൽ നീ സത്യത്തിൽ ആരാധിക്കുന്ന ആളല്ലെങ്കിൽ ഈ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉടമ്പടിയിൽ നിന്ന് പോയിക്കൊള്ളും തന്നെത്താൻ. ഉടമ്പടി എടുക്കുമായിരിക്കും നിങ്ങൾ, ദൈവം തന്നെ നിങ്ങളെ ചവിട്ടി ഉടമ്പടിയിൽ നിന്ന് കളയും. അതാണ് സംഭവം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യവത. നിങ്ങൾ ഉടമ്പടി എടുക്കും, പക്ഷേ ഉടമ്പടി എടുക്കുന്നവരെ അത് സത്യസന്ധമായിട്ട് തീഷ്ണമായിട്ട് ഒന്നാമത്തെ ദൈവം 100% സബ്മിറ്റ് ചെയ്തിരിക്കണ കാരണം നമ്മളുടെ ഒരു സംഭവം ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ദൈവത്തിനെ മയക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് രോഗികൾക്ക് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഉടുപ്പ് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവമായിട്ട് വാഗ്വാദം ചെയ്ത്, അതായത് ദൈവം ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എന്നാണ് നീ ഒരു കണ്ടീഷനായിട്ട് നിൻ്റെ OIT പാസ്സാകാനും വീട് ജപ്തി മാറാനും വേണ്ടി നീ ഇപ്പോൾ അഭ്യാസം കാണിച്ച് കുറേ ഉടമ്പടി പ്രകാരം കുറേ സഹായങ്ങളൊക്കെ ചെയ്ത് എന്നാൽ നീ പഴയ വ്യക്തിയായിട്ട് തന്നെ നീ ജീവിക്കുകയാണെന്നൊക്കെ വിചാരിച്ചാലും ദൈവം ഈ സാധനം ടേക്കപ്പ് ചെയ്യത്തില്ല. കാര്യം സത്യത്തിലല്ല ഉടമ്പടി ചെയ്തിരിക്കണത്. അതുകൊണ്ട് നിന്നെ നിർത്തിയിട്ട് അതായത് നീ മാക്സിമം എനിക്ക് തോന്നിയിരിക്കണത് കുറച്ചുകൂടി തിഷ്ഠത കാണിക്കണം ദൈവത്തിൻ്റെ. നമ്മുടെ ഈ ഇപ്പോഴുള്ള ഒരു അവസ്ഥ, ഇപ്പം നിങ്ങൾ ഓരോ ഒരു ദൈവമായിട്ട് ഒരു കച്ചവടത്തിന് ഇറങ്ങിയിരിക്കണം. ചില ആൾക്കാർ ഇന്ന കാര്യം ഞാൻ ചെയ്തു, അതുകൊണ്ട് ഇന്ന കാര്യം നീ എനിക്ക് ചെയ്തു തരണം. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു ഇടവക്കാരൻ മരിച്ച്. അപ്പോൾ ഞാൻ അവരുടെ അന്ന് വികാരിച്ചനാണ് അവരുടെ. അപ്പോൾ ഞാൻ അത് ഓടി അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഡെഡ് ബോഡിയുടെ മകൻ്റെ ഡെഡ് ബോഡിയുടെ കയ്യിലൊരു കുരിശ് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു കുരിശ് പിടിക്കുമല്ല, ആ കുരിശിൽ ഈ അമ്മ കെട്ടിഞ്ഞാന്ന് കിടന്ന് കരയുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛോ എത്ര കുരിശ് വരച്ച് ഞാൻ കിടത്തിയ മകനാണ്, എത്ര കുരിശ് വരച്ചിട്ടാണ് ഞാൻ അവനെ കിടത്തിയതെന്ന്. എന്നിട്ട് ഇപ്പം അവന് ഒരു കുരിശും രക്ഷിച്ചില്ലല്ലോ ഞാൻ ഇവർ കരയുകയാണ്. അതൊരു ബാർഗെയിനിങ് ശരിക്കും പറഞ്ഞു. എനിക്കവന് നല്ലവണ്ണം അറിയാം. അവൻ കുർബാനയ്ക്ക് വരണതാണ്, പക്ഷേ കുർബാനയ്ക്ക് പള്ളിയുടെ അകത്ത് കയറത്തില്ല. അവന് പെണ്ണിന് ലൈൻ അടിച്ചിട്ട് പല വാതിക്കയിൽ മണിമാലിൻ്റെ അരികെ എന്നുകൊണ്ട് കുർബാന സമയം മുഴുവനും ചാറ്റ് ചെയ്യണ പരിപാടിയാണ് അവനുള്ളത്. ഞാൻ തമിഴിൻ്റെ ഓർക്ക് ഇറങ്ങിയ ഭാഗ്യമായിപ്പോയി. അതാണ് പ്രശ്നം. നമ്മളിങ്ങനെ കുരിശിട്ട് കിടത്തിയെന്നൊരു കാര്യമില്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിലെ ഒരു മസ്റ്റാണ്. അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം
നിൽക്കരുതാത്തർ നിൽക്കുമ്പോൾ യൂദയാലുള്ളവർ മലമുകളിലേക്ക് പോകാനാണ് ഈശോ പറയണത്, പ്രാർത്ഥിക്കാൻ പോകാൻ. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമല്ലേ? പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ കാമകേളിയായിട്ട് പള്ളിയുടെ പുറകെ ഇരുന്നുകൊണ്ട് ചീറ്റാൻ പോകുമ്പോൾ എന്താ സംഭവിക്കണത്? അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമാണ്. ആ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വരുമ്പോൾ അവൻ്റെ സംരക്ഷണം പോയി. അപ്പോൾ വഴിയെ പോണ വയ്യാവേരി എല്ലാം വലിഞ്ഞവൻ്റെ പിടർക്ക് കയറും. നിങ്ങളായിട്ട് നിങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെടുത്തരുത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ശക്തിയെ ശക്തിയെ നിലകളെ, ഓ സ്വർഗശക്തിയെ ശക്തിയെ നിലകളെ, ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം കണ്ടു, ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം. ഓ പാവനാത്മാവേ പരമേണമേ, നിൻ വിശുദ്ധിയെ സ്വർഗകനലെ നാവിനെന്നെ തൊടണേ, ഓ സ്വർഗകനലെ നാവിനെന്നെ തൊടണേ, യേശുനാമം പുണ്യനാമം പാടി ഘോഷിക്കാൻ, യേശുനാമം പുണ്യനാമം പാടി ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പരമേണമേ, നിൻ വിശുദ്ധിയെ എല്ലാവരും എഴുന്നേൽക്കുക. ഇന്ന് കർത്താവ് ഉദ്ദേശിച്ചത് ഇതാണ്, അതുകൊണ്ട് ഇപ്പം നിർത്തിയത്. അതായത് സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലാണ്. ഉടമ്പടിയിൽ അതർഹിക്കുന്ന വിശുദ്ധിയോടുകൂടി വേണം നമ്മൾ ഉടമ്പടിയെ ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫെയർ ആകും. നമ്മൾ ആ സാക്ഷ്യം, അവസാനത്തെ സാക്ഷ്യം കേട്ടില്ലേ? അവരോട് എന്താ പറഞ്ഞിരിക്കണത്? ബി 10% ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ OIT എഴുതി 2 പ്രാവശ്യം തോറ്റ ആൾക്കാരാണ്. OIT എഴുതി 2 പ്രാവശ്യം തോറ്റു. എന്നിട്ടാണ് അവർ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസമാണ് ആദ്യ സ്വപ്നം. എന്താണ്? 10% ബി. പിന്നെയുള്ള എന്താണ്? SAR 42. അവിടെ റിസൾട്ട് എന്താണ്? അടുത്ത അറ്റംപ്റ്റിനെ പരിശുദ്ധ അമ്മ സ്വപ്നത്തെ വെളിപ്പെടുത്തിയ പോലെ എല്ലാം ബി, എല്ലാം 10% ബി. അതുപോലെ പെട്ടെന്ന് വിസ പ്രോസസ്സായി. അന്ധകാരത്തിലെ നിധിയും അജ്ഞാതമായ ധനശേഖരവും അവർക്ക് മുമ്പേ ദൈവം പോയി മലകളെ ഉടച്ചു, തടസ്സങ്ങളെ മാറ്റി, പിച്ചളവാതിലുകൾ, അതായത് അവർക്ക് പറ്റാത്ത എല്ലാം ക്രാക്കാക്കി കളയും. നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ ദൈവം ഏറ്റെടുക്കും. അതാണ് ഉടമ്പടിയുടെ സംഭവം. അതാണ് ഇരുമ്പോടാമ്പര ഉടക്കുകയും പിച്ചളവാതിലുകൾ ഒടിക്കുകയും ചെയ്യുക. അന്ധകാരത്തിൽ നമ്മുടെ കണ്ണുമ്പിലില്ലാത്ത ധനശേഖര നിധി നമുക്ക് അവകാശമാക്കണത്. അപ്പോൾ അത് ഞാൻ നിനക്ക് മുമ്പേ പോകും. എന്തിൻ്റെ ബേസിലാണ്? നിൻ്റെ ഉടമ്പടിയുടെ നീതിയുടെ ബേസിൽ, നിൻ്റെ ഉടമ്പടി സത്യത്തിൻ്റെ ബേസിൽ, നിൻ്റെ ഉടമ്പടിയുടെ വിശുദ്ധിയുടെ ബേസിൽ കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അഭിഷേകത്തിൻ്റെ ആരാധന ഗീതം നമുക്ക് ആലപിക്കാം. ആരാധന 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 ആരാധന
സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. കൈകൾ വീശി ചേർന്ന് ആരാധന 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 ആരാധന. ശക്തിയോട് ചേർന്ന് പാടാം. ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദരവേദനയുള്ളവരെ, ചിലപ്പോൾ ഗർഭനാളുകൾ സിസ്റ്റുള്ളവർ, പാൻക്രിയാസിൻ്റെ രോഗികൾ, പിസ്റ്റുല രോഗികൾ, കിഡ്നി രോഗികൾ എല്ലാവരും ഉദരത്തിലെ അതിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ കൈകൾ വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. അർശസ് രോഗികൾ, അൾസർ രോഗികൾ, മഹോദര രോഗികൾ എല്ലാം ഉദര സംബന്ധമായ എല്ലാ രോഗമുള്ളവർ നമ്മുടെ വയറിൻ്റെ യഥാസ്ഥാനങ്ങളിലെ കൈവച്ചുകൊണ്ട്, ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. രോഗത്തിൻ്റെ യഥാസ്ഥാനങ്ങൾ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയെ നടന്ന 10,000 ആരാധന ശക്തിയ അൾത്താറയിൽ നിന്ന് ഉടമ്പടി എടുത്തു പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ സുഖപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ ഇടയാക്കണമേ. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം ഹരിയേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലിവർ രോഗമുള്ളവരെ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അത് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ശ്വാസകോശ രോഗികളെ പതിരയിൽ കൈവയ്ക്കുക. ഹൃദയരോഗമുള്ളവരെ ഇടത് നെഞ്ചിൽ കൈവയ്ക്കുക. തൈറോയ്ഡ് രോഗികളെ, ടോൺസൈറ്റ് രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ പിൻകഴുത്ത് തൊണ്ടയിലുമായി കൈവയ്ക്കുക.
അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചെയ്യട്ടെ. മറ്റുള്ളവർ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മറ്റുള്ളവർ സ്തുതിക്കട്ടെ. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉപവാസ സൽപ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ ഈ നിമിഷം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. പാടുക. സുഖമായിടും എൻ്റെ അരികിൽ ഉടനെ സദയം തുടരെ സുഖമായിടും എൻ്റെ സ്രാവരോഗമുള്ളവരെ, രക്തസ്രാവമുള്ളവർ അടിവയറ്റിൽ, അർസസുള്ളവർ അടിവയറ്റിൽ, സ്രാവരോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് വെള്ളം വരുന്നവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരുണ്ട്. അവരൊക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ്സിൽ സിസ്റ്റുള്ളവർ, ബ്രെയിനിലെ രക്തം കട്ട പിടിച്ചവർ, ബ്ലോക്ക് ചെയ്തവർ, എപ്പോഴും നിർത്താത്ത തലവേദനയും ചെന്നി കുത്തുന്ന പോലെ തലവേദനയുള്ളവർ, തലയുടെ ചൂട് കൊണ്ട് മുടി കൊഴിയുന്നവർ, അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അവന് മുത്തത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, യൂറിനറി ഇൻഫെക്ഷനുള്ളവർ, യൂറിയയുടെ അസുഖമുള്ളവരെല്ലാവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവേദനക്കാർ, ഡിസ്കിൻ്റെ ഡിസ്ലൊക്കേഷനുള്ളവർ, കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ലക്ഷക്കണക്കിന് പേര് ഉടമ്പടി എടുത്തു പോയവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ തീരാവ്യാധികളെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സദയം തുടരെ സുഖമായി സദയം തുടരെ സുഖമായി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്തനത്തിലെ സിസ്റ്റുള്ളവർ, ബ്രസ്റ്റിന് ക്യാൻസറുള്ളവർ, ശരീരത്തിലും മുഴകളുള്ളവർ അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിൽ എവിടെയെല്ലാമാണ് മുഴ ഉള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. തലനീറിറക്കക്കാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രഷർ കൂടുന്നവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടക്കുമ്പോൾ കിതക്കുന്നവർ, ഉറക്കമില്ലാത്തവരെല്ലാവരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗ ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ സർവാംഗം രോഗികളുണ്ട്. അവർ സ്വസ്തികയിൽ കൈനെഞ്ചത്ത് പിണച്ചു വെച്ച് പൂർണ്ണമായ ശരീരം കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റുള്ളവർ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇവിടുന്ന് മനുഷ്യർ ഉടമ്പടി ചെയ്തു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സൽപ്രവൃത്തികളുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ യേശുനാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാ രോഗങ്ങളും വിട്ടുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തുടരേ, സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് ജീവിത ഭൗതിക സാഹചര്യങ്ങളുടെ വിടുതലിനും അഭിവൃദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ജപ്തി നടപടി നേരിടുന്നവരെ, സ്ഥലം വിൽക്കാനുള്ളവരെ, വാങ്ങാനുള്ളവരെ, മക്കൾ വിദേശങ്ങളിൽ പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഇപ്പോഴും വിഷമിക്കുന്നവരെ, വിസ എക്സ്പയറായിട്ട് വിളിച്ച് താമസിക്കുന്നവർ, വിസ എക്സ്പയർ ആകാൻ പോയിട്ടും ജോലി കിട്ടാത്തവർ, ഏജൻറ്റുമാർ കബളിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, നാട്ടിലൂടെ കയറിപ്പോരാനുള്ള പണം പോലും ഇല്ലാതെ സുഹൃത്തുക്കളുടെ അവതാരത്തിൽ കഴിയുന്നവർ, നാട്ടിലെ കുടുംബത്തിൽ കലഹങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവരെ, ലഹരി പദാർത്ഥം അടിപ്പെട്ടിരിക്കുന്നവരെ, തകർന്നുപോയ കുടുംബങ്ങൾ, അവിശ്വസ്തരായ ഭാര്യാഭർത്താക്കന്മാർ, ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവരെ, കേസ് വിധിയാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ, ഭവനവും സ്ഥലവുമില്ലാത്തവരെ, ഭവനത്തിൻ്റെ പണി നിന്ന് പോയവരെ, കടകമ്പോളങ്ങൾ അടഞ്ഞു പോയവരെ, വാടക ചീട്ടുമേൽ ഇപ്പോഴും പണം കിട്ടാനുള്ളവർ, കടകളെല്ലാം അടഞ്ഞിട്ട് പുതിയ അതിൻ്റെ നിരത ദ്രവ്യങ്ങൾ തിരിച്ചു കിട്ടാത്തവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവരെ, ജയിലിൽ കിടക്കുന്നവരെ, ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ, പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ, വിസ ഇൻ്റർവ്യൂ പോലുള്ള വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്യൂകളും പരീക്ഷകളും അഭിമുഖീകരിക്കാൻ പോകുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, വിവാഹം ഒത്തു കല്യാണം വരുന്നവരെ, കല്യാണമേ വരാതെ വിഷമിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, പല പ്രാവശ്യം ഗർഭമുണ്ടായിട്ട് അലസിപ്പോയവരെ, മക്കളില്ലാത്തവരെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവിക സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന, എല്ലാ ജീവിത തടസ്സങ്ങളും ഈ ആരാധനയിലൂടെ ഒരുമിച്ചെല്ലാരും മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട സമയമാണ്.